ആലപ്പുഴ അരൂരിൽ 3+1 വിദ്യാർത്ഥികളിൽ നിന്ന് ഹാഷ് ഷോയിൽ പിടിച്ചെടുത്തു. ഒരു കുട്ടിയുടെ വീട്ടിൽ കഞ്ചാവ് ചെടിയും കണ്ടെത്തി. സ്റ്റീൽ ഗ്ലാസ്സിലാണ് കഞ്ചാവ് ചെടി വളർത്തിയിരുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഘു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയപ്പോൾ നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഞെട്ടലോടെയാണ് കേരളം ആലോചിച്ചത്. ഇതിപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നാണ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഹാഷ് ഷോയിൽ പിടികൂടിയിരിക്കുന്നു. മറ്റൊരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടി പിടികൂടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി എക്സൈസും പോലീസും ഒക്കെ വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അരൂർ പോലീസ് ചന്ദ്രൂരിലെ വിദ്യാർത്ഥികളുടെ വീടുകളിലും പരിശോധന നടത്തിയത്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവരം കൃത്യമാണ് എന്നുള്ളതാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഹാഷിഷ് ഓയിലും ഒപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. അതായത് ഗ്ലാസിൽ മണ്ണ് നിറച്ചാണ് കഞ്ചാവ് നട്ട് വളർത്തിയിരുന്നത്. ഇവരിത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നട്ട് വളർത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായതുകൊണ്ടാണ് നമ്മൾ പേര് പറയാത്തത്. ഇവരെ ജുവനൈൽ ജസ്റ്റിസ്, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് ഇവർക്ക് ശിക്ഷ നൽകുക. ശിക്ഷയല്ല, സാധാരണ നിലയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ ഇവരെ വിമുക്തി കേന്ദ്രങ്ങളിൽ അയച്ച് കൗൺസിലിംഗ് നടത്തി സാധാരണ നിലയിൽ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് അതിന്റെ ഒരു നിലവിലെ നിയമ രീതി. എന്തായാലും 3 വിദ്യാർത്ഥികളും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. രഘു, ഈ കുട്ടികൾക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? സംസ്ഥാനത്ത് വ്യാപകമായി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ ആര് വിചാരിച്ചാലും ലഹരി ഉൽപ്പന്നങ്ങൾ, നിരോധിതമായ ലഹരി ഉൽപ്പന്നങ്ങൾ, കഞ്ചാവും ആശിഷും MDMA പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായും സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കേന്ദ്രീകരിച്ചായതുകൊണ്ടാണ് പോലീസ് ഈ കളമശ്ശേരിയിലെ റെയ്ഡിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിക്ക് അടിമകളായ ആളുകൾ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ റെയ്ഡുകൾ നടത്തുന്നത്. സ്വാഭാവികമായി തന്നെ ധാരാളം ആളുകൾ, കരിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, ഇത് വിൽക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെയിലേക്ക് അന്വേഷണം എത്തുമായിരിക്കും. ഈ കുട്ടികൾക്ക് നിലവിൽ കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ആ കുട്ടികളെ വിശദമായി ചോദിക്കും. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ പ്പുറം കൗൺസിലിംഗിനാണ് വിധേയമാക്കുന്നത്. കൗൺസിലർ എത്തി ഇവരോട്. ആലപ്പുഴ അരൂരിലാണ് 3+1 വിദ്യാർത്ഥികളിൽ നിന്ന് ഹാഷ് ഷോയിൽ പിടിച്ചെടുത്തത്. ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടിയും കണ്ടെത്തി. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ഇത്ര എളുപ്പത്തിൽ മാരക ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു എന്നത് ആശങ്കയുളവാക്കുന്ന സാഹചര്യം തന്നെയാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.